ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM പ്രതിക്കൂട്ടിലാണ്. പാർട്ടി നോമിനികളെ പ്രതിഷ്ഠിച്ച് സ്വന്തം തട്ടകമാക്കിയ ദേവസ്വം ബോർഡിന്റെ അഴിമതിയുടെ കറ പാർട്ടിയെയും നേതാക്കളെയും തുറന്നു കാട്ടിയിരിക്കുന്നു. കേസിലെ പുതിയ വെളിപ്പെടുത്തലുകൾ, മുൻ ദേവസ്വം മന്ത്രിമാരുടെ വീഴ്ചകൾ, മുൻ ബോർഡ് പ്രസിഡന്റ് N. വാസുവിന്റെ ജയിൽവാസം, A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എന്നിവയെല്ലാം സർക്കാരിനെയും പാർട്ടിയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. പൊതുനിരത്തിൽ പോലും ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തി അധികാരത്തിന്റെ ഹുങ്കിൽ മുന്നോട്ടു പോയ CPM ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ വിശ്വാസികളെയും ക്ഷേത്രത്തെയും വഞ്ചിച്ചുവെന്ന് പകൽ പോലെ തെളിഞ്ഞിരിക്കുന്നു. അവിശ്വാസികളായ CPM നേതാക്കൾ ക്ഷേത്രവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ധിക്കരിച്ചതിന് പുറമെ ഭരണ സംവിധാനത്തെ ചൊൽപ്പടിയിൽ നിർത്തി ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നു എന്നാണ് തെളിയുന്നത്. ഇത് പാർട്ടിയുടെ മതേതര മുഖം മൂടി അഴിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. CPM നോമിനികൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന ആരോപണത്തിന് സ്വർണ്ണക്കൊള്ള കേസ് അടിവരയിടുന്നു. N. വാസുവിനെ പോലെ പാർട്ടിയിലെ ഉന്നതർക്ക് വരെ ഈ കേസിൽ പങ്കുണ്ടെന്നും ഇപ്പോൾ ജയിലിലാണെന്നതും ബോർഡിലെ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. ദേവസ്വം മന്ത്രിമാരുടെ മൗനാനുവാദത്തോടെയും ഒത്താശയോടെയുമാണ് ഇതൊക്കെ നടന്നതെന്ന വാദം ശക്തമാണ്. ഇത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്നു. A. പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നത് ഉറപ്പാണ്. അഴിമതിയും ക്ഷേത്രധ്വംസനവും ഒരുമിച്ച് വരുന്ന ഈ വിഷയം പ്രതിപക്ഷം ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. CPM സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഉദ്യോഗസ്ഥനാണ്. എന്തോരു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി നിയോഗിച്ച CPMന്റെ സ്ഥിതി അറിയാമല്ലോ. മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുക്കുന്ന സെക്രട്ടറി ആയിരുന്നു ഗുരുദാസൻ, സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആ പാവത്തിനെതിരാ പറയുന്നത്. അദ്ദേഹത്തിന് പാർട്ടി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോ ഇതിന്റെ പേരിലല്ല, യഥാർത്ഥ സ്പോൺസർമാർ, വാസുവിന്റെ ബോർഡ് ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, അവരെ നിയമത്തിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസികളുടെ ആവശ്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CPMനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചു നടത്തിയ ഈ അഴിമതിയെക്കുറിച്ചുള്ള കേസിന്റെ വിധിയിൽ CPMന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്.